നമ്മളിപ്പോൾ ഉള്ളത് അഞ്ചുതെങ്ങ് കോട്ടയിലാണ്. വർക്കലയിൽ നിന്നും 6 കിലോമീറ്റർ അപ്പുറമുള്ള അഞ്ചുതെങ്ങ് കോട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വ്യക്തമായ പങ്ക് വഹിച്ച, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ച ഒരു പ്രദേശമാണിത്. ചരിത്രത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും ഇവിടെ പ്രതിപാദിക്കുന്നില്ല. ഞാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച, 2025 എന്നെ അവിടെ വരവേറ്റ കാഴ്ചകളാണ് നമ്മളീ കാണുന്നത്. ഈ കോട്ടയ്ക്കകത്ത് ഒരു കിണറുണ്ട്. അപ്പം കിണറിനോട് ചേർന്ന് മോട്ടറും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. ആഴം കുറവാണ്. ഒരു 10 തൊടി താഴെ ആഴമുള്ള വെള്ളമുണ്ട്. 1 തൊടി വെള്ളമുണ്ട് അതിനകത്ത് വെള്ളം എടുക്കാൻ വിട്ടുപോയി. അപ്പം അതിന് അടുത്ത് തന്നെ ഒരു ക്ലോക്ക് ടവർ അല്ല, സോറി, വിളക്കുമാടമുണ്ട്. നമ്മൾ കൊല്ലത്തുള്ളതുകൊണ്ടാണ് ഈ ക്ലോക്ക് ടവറിന് പെട്ടെന്ന് വരുന്നത്. അപ്പം അതിനോടൊപ്പം തന്നെ ഈ കല്ല് പാകിയേക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നു അന്ന് പഴയ രീതി തന്നെ നിലനിർത്തിയേക്കുന്നതാണ്. അപ്പം അതിൻ്റെ മനോഹാരിത കൂട്ടാനായിട്ട് അപ്പുറം ചെടികളൊക്കെ വച്ചിട്ടുണ്ട്. എന്നാലും എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന രീതിയിലാണ് നിലവിലെ ഇവിടുത്തെ അവസ്ഥ. ഇതിൻ്റെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇതിൻ്റെ ചരിത്രം പറഞ്ഞു കൊടുക്കാനോ അവിടെ എന്തെങ്കിലും ലിഖിതങ്ങളോ അതിലുപരി അവിടെ ഒരു ടൂറിസ്റ്റ് ഗൈഡോ ഉദ്യോഗസ്ഥരോ കാണുന്നില്ല. പിന്നെ ഞാൻ നടന്നു വന്നപ്പോൾ കണ്ടത് ഈ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ടാഗൊന്നുമില്ല. അദ്ദേഹം വരുന്നവരടുത്തൊന്നും ചോദിക്കുന്നുമില്ല, ഒന്നുമില്ല. പിന്നെ പുള്ളി അവിടെ നിന്ന് എൻട്രി ചെയ്യുന്നുണ്ട്. എത്ര പേരാണ് വരുന്നത്, 1+1 ആ രീതിയിൽ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഈ അഞ്ചുതെങ്ങ് കോട്ടയുടെ മുഖം വരുന്നത് പടിഞ്ഞാറ് ദിശയിലോട്ടാണ്. കാരണം കടലിനെ അഭിമുഖീകരിച്ചാണ് ഈ കോട്ട പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്, നമുക്ക് വേണമെങ്കിൽ പറയാം. കടലിലോട്ട് നോക്കി നിൽക്കുന്ന മുഖം. അപ്പം അതിന് ഫ്രണ്ടിലായിട്ട് ഇതൊക്കെ പീരങ്കി അടുക്കി വയ്ക്കാനും മറ്റുമായിട്ട് കെട്ടി വെച്ചതാണെന്ന് പറയപ്പെടുന്നു. അതിനെക്കുറിച്ച് എത്രത്തോളം ഡീറ്റെയിൽ അല്ലെങ്കിൽ സത്യമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. അതാണ് അത് കൂടുതലൊന്നും പറയാത്തത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചരിച്ച് തൂൺകട്ടികൾ കണക്ക് ഒരു കറങ്ങയുണ്ട്. അപ്പം ഇത് കാണുന്നതെന്ന് പറയുമ്പോൾ അത് ഈ കോട്ടയ്ക്കുള്ളിലാണ്. കോട്ടയ്ക്കുള്ളിൽ നമ്മൾ ഈ നടപ്പാതയിലൂടെ നടന്നു വരുമ്പോൾ നടപ്പാതയൊക്കെ നമ്മൾ വെട്ടുകല്ല് ഉപയോഗിച്ചാണ് പാകിയിരിക്കുന്നത്. അപ്പോൾ ഇത് അന്ന് ചെയ്തതാണെങ്കിൽ ഇതിനേക്കാൾ നല്ല പഴക്കമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കൊണ്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ ഈ നടന്ന് വരുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു ജയിലറ കണക്കൊരു അറ കാണാം. ഈ അറ ഇപ്പം തുറന്നിട്ടേക്കാണ്. ഒരുപാട് പണി സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് കടലിലോട്ട് ഒരു രഹസ്യ അറ ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ അറിയാൻ വയ്യ. അപ്പോൾ അവരെ ഓഫീസ് കണക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ഗോഡൗൺ കണക്കവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കയറിയില്ല. പിന്നെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒരു ഗാർഡോ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റിയും ഇല്ല. പിന്നെ നമ്മളൊരു കൗതുകം കൊണ്ട് നമ്മൾ ഇറങ്ങി ഇത് കാണുന്നു. പിന്നെ ഇതിനകത്ത് കോട്ടയ്ക്കകത്ത് തന്നെ ഒരു കുഴൽക്കിണറുണ്ട് കേട്ടോ. ആ കുഴൽക്കിണറാണ്ട മോട്ടറാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ഈ മതിലുകളൊക്കെ കാണുമ്പോൾ പഴയ മമ്മൂട്ടിയുടെ മതിലുകൾ സിനിമ ഓർമ്മ വരും. ഒരു ഭീകരത അതിനകത്ത് കാണുമ്പോൾ, കൗതുകം ചേർന്നൊരു ഭീകരത നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ ഉള്ള മലയാളികൾ എത്ര പേര് ഇവിടെ പോയിട്ടുണ്ട്, ആരൊക്കെ കണ്ടിട്ടുണ്ടെന്നൊന്നും അറിയത്തില്ല. പക്ഷേ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ അവിടെ ടൂറിസ്റ്റുകളായി എത്തുന്നവരല്ലാതെ ആരും ഇവിടെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സ്കൂളുകളിൽ നിന്ന് കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് കാണിക്കുന്നതോ ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം അറിയാത്തതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ അടുത്ത സ്കൂളുകളിൽ നിന്ന് തന്നെ വളരെ ചിലവ് കുറച്ച് ഒരു 1 ഡേ ട്രിപ്പ് കണക്ക് കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് കാണിച്ച് നമ്മുടെ ചരിത്രം കുട്ടികൾക്ക് മനസ്സിലാക്കാം. ഒരു കാലഘട്ടത്തിൽ ഇവിടെ കച്ചവടത്തിന് വന്നവർ നമ്മുടെ രാജ്യക്കാരോട് ചെയ്ത തെറ്റുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കയറുന്ന നമ്മൾ പാറക്കല്ലാണ് പാകിയിരിക്കുന്നത് കേട്ടോ. കോൺക്രീറ്റൊന്നും അല്ല, നല്ല പാറക്കല്ലാണ് പാകിയിരിക്കുന്നത്. നമ്മൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. പുരാതന ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്തേക്കുന്നതാണ്. ക്ഷേത്ര നിർമ്മിതിയോട് അടുത്ത് വരുന്ന രീതിയിലാണ് ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത്. ഇത് നടന്നു വരുമ്പോൾ ഇവിടെയും നമുക്കിങ്ങനെ ചരിഞ്ഞ ഒരു തൂൺകെട്ട് കാണാൻ പറ്റും. ഈ തൂൺകെട്ടിൽ നമുക്കിപ്പം എനിക്ക് തോന്നുന്നു യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ മറഞ്ഞിരിക്കാനോ അങ്ങനെ എന്തെങ്കിലും വെടിവെച്ചിട്ട് മറഞ്ഞിരിക്കാൻ ആ ഒരു ഫീല് തരുന്ന ഒരു തൂൺകെട്ടിയാണ് കാണുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ചുറ്റും നടന്ന് നീങ്ങാനുള്ള ഒരു നല്ല വീതി ഉണ്ട് കേട്ടോ. നല്ല വീതി എന്ന് പറയുമ്പോൾ ഒരു 3 അടിയോളം ഉണ്ട്. ഈ 3.5 അടിയോളം ഉണ്ട് ഈ മതിലിന് തന്നെ. പിന്നെ അതിൻ്റെ 4 സൈഡുണ്ട്. ഞാൻ ഈ കാണിക്കുന്ന എല്ലാം തൂൺകെട്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് എൻ്റെ കിഴക്കേ വശമാണിത്. ഇത് ഇപ്പോൾ ഉണ്ടായ റോഡിൻ്റെ വശമാണ് ഈ കാണുന്നത്. അപ്പം കിഴക്കും പടിഞ്ഞാറും ഉണ്ട്. അപ്പോൾ ഇത് കിഴക്കേ വശമാണ്. ഈ റോഡൊക്കെ പിന്നെ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമൊക്കെ ഉണ്ടായതായിരിക്കും. ഇത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള നിർമ്മിതിയല്ലേ.
ഈ കോട്ടയിൽ അവിടെ ഇവിടെയൊക്കെ പേരും വരച്ചും കുറിച്ചൊക്കെ ആൾക്കാർ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ മുകളിൽ കയറിക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. പക്ഷേ ഇതിൻ്റെ ചരിത്രം, വ്യക്തമായ ചരിത്രം, അപ്പം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വ്യക്തമായ ചരിത്രം അറിയാത്തതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പോൾ നമ്മൾ ഒരു തെറ്റായ കാര്യം നിങ്ങൾ ഒരാളുടെ അടുത്ത് പറഞ്ഞ് ധരിപ്പിക്കുന്നത് ശരിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്ത് ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളെ പറയാമെന്ന് വിചാരിച്ചത്. ഇതിന് ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഇടനാഴികളാണ്. ഒരു കാലഘട്ടത്തിൽ ഇവിടെയൊക്കെ ബ്രിട്ടീഷ് പട്ടാളക്കാരും അവരൊക്കെ കാവൽ നിന്നൊരു സ്ഥലമാണ്. അതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് വർഷങ്ങൾ മുന്നേ ബ്രിട്ടീഷുകാർ നിന്ന സ്ഥലങ്ങളും ഒക്കെയാണ്. പക്ഷെ ഇവിടെ വരുന്ന ഓരോ ആൾക്കാരും ഇതൊരു ചരിത്രം അറിയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വരുന്ന യാത്ര കൂടുതൽ മനോഹരമാക്കാൻ കഴിയും. ഇപ്പോൾ ഞാനിവിടെ ഒരുപാട് പ്രാവശ്യം ഗസ്റ്റുമായി വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ ഒന്നും ഞാൻ ഈ അടുത്താണ് ഒരു 2 ട്രിപ്പിന് മുന്നെയാണ് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കും. കാരണം ഇനി വരുന്ന ഗസ്റ്റുകൾക്കെങ്കിലും ഇതിൻ്റെ ചരിത്രം പറഞ്ഞു കൊടുക്കണമെന്നും ഞാൻ വിചാരിച്ചത്. ഈ സ്ഥലത്ത് ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് പണ്ട് പീരങ്കികൾ ഉണ്ടായിരുന്നെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ അതിനും വ്യക്തമായ ഒരു ചരിത്രത്തിനൊന്നും വ്യക്തതയില്ല. എന്നാലും ഒരു 10% സത്യം വേണമല്ലോ നമ്മൾ ഈ പറഞ്ഞു കൊടുത്തതിൽ. നമുക്ക് സത്യമാണ്, നമുക്കൊരു ധാരണയെങ്കിലും വേണമല്ലോ. അതുകൊണ്ട് ധാരണ എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയാത്തത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യമാണ് ഈ കുഴയുടെ ഈ പാർട്ടിൽ പണ്ട് പീരങ്കി വെച്ചിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു ചേട്ടനാണ് പറഞ്ഞത്. പക്ഷേ പുള്ളിയുടെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. പിന്നെ ഇവിടെ വേറെ കാര്യം, ഇനി അടുത്ത തവണ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് ഞാൻ കരുതുന്നു. എന്നിരുന്നാലും നമുക്ക് ഇപ്പോൾ ഇങ്ങനെ കാണാം, അതായത് ഇതിനെക്കുറിച്ചൊന്നും കാണാൻ തന്നെ അഞ്ചുതെങ്ങ് കോട്ട, പഴയ ബ്രിട്ടീഷ് കോട്ട എന്ന രീതിയിൽ കാണാൻ തന്നെ ഒരു രസമാണ്. പക്ഷേ അപ്പം അതിൻ്റെ ചരിത്രങ്ങളും അതിൻ്റെ പണ്ട് എങ്ങനെയായിരുന്നു ഇവിടെ നിന്നിരുന്നത്, രാത്രി 24 മണിക്കൂറും ഇവിടെ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പുനരാവിഷ്കരണമോ മറ്റൊക്കെ നടത്തുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. നിലവിൽ ഇവിടെ കയറുന്നതിന് ഫീസൊന്നുമില്ല. ഇത് നടന്നിട്ട് വേണ്ട ഇവിടെ ഒരു ലോക്ക് കണക്കൊരു സാധനം, ഈ ചങ്ങല ബന്ധിപ്പിക്കാൻ എന്തോ ആണ് കേട്ടോ, ഈ കാണുന്നൊരു സാധനമുണ്ട്. പിന്നെ ഇതിൻ്റെ ഓരോരോ പോയിന്റുകളിലും വ്യക്തമായ ഉദ്ദേശത്തോടെയാണ് അവർ പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ചരിത്രകാരന്മാരുടെ അടുത്തോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആൾക്കാരുടെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വിശദമായിട്ട് ചെയ്യാൻ പറ്റും. എന്നിരുന്നാൽ തന്നെയും ഇതൊരു ഭയങ്കര നമുക്ക് ഈ അടുത്തുള്ള ഒരു നല്ലൊരു നിർമ്മിതിയാണ്. ഇതിനകത്ത് തന്നെ ഒരു കൊടിമരത്തിൻ്റെ കൊടിമരമുണ്ട്. അല്ല, അത് കണക്ക് വേറൊരു ഒരു ചങ്ങല ലോക്ക് കണക്കൊരു സാധനം പിന്നെ ഒരു സ്ഥലത്തൊക്കെ കണ്ട്. ഈ കോട്ടയ്ക്ക് ചുറ്റും ഈ 2 സ്ഥലത്ത് മാത്രമേ പക്ഷേ ഇതുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ട്. പിന്നെ ഒരു ഓവൊക്കെ ഉണ്ട്. ഈ ഓവൊക്കെ ഇത് ഇപ്പം ചെയ്തതാണോ പണ്ടേ ഉള്ളതാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പം ഒരു കൗതുകമായ കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ എല്ലാം നമുക്ക് നൽകുന്ന വളരെ കൗതുകമാണ് നൽകുന്നത്. ഇപ്പം ലൈറ്റ് ഹൗസ് ഉണ്ട്. പിന്നെ നമ്മൾ കടലിലെ നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. ഞാൻ ഇവിടെ കയറിയത് സമയം ഒരു 12 മണിയായി. 12 മണിയാകുമ്പോൾ വെയിലെന്ന് പറഞ്ഞാൽ നല്ല കൊട്ട വെയിലായിരുന്നു. അതുകൊണ്ട് ഈ ക്യാമറയിൽ എന്തൊക്കെയാണ് പതിയുന്നതെന്ന് പിന്നെ വണ്ടിക്കകത്ത് നോക്കിപ്പോണം മനസ്സിലായി. ഇത് നമ്മൾ പടിഞ്ഞാറേ വശത്ത് റോഡിൻ്റെ സൈഡിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത്. നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ കാണും ഇങ്ങനെ ഒക്കെ ഉള്ളത്. നമ്മൾ ഈ കോട്ടയുടെ വെളിയിൽ സംരക്ഷണ ഭിത്തിയിലെങ്കിലും ഇവരിന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയായിരുന്നെങ്കിൽ നമുക്ക് ഇതുവഴി പോകുന്ന ഒരാൾക്ക് അകത്ത് കയറി ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഇതെന്താണെന്ന് തിരിച്ചറിയാനുള്ളത് വരും. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അഞ്ചുതെങ്ങ് കോട്ടയെന്നും. പക്ഷേ വേറെ കാര്യമുണ്ട്, ചരിത്രം പഠിക്കുന്നവർക്കും അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ച് അറിയാവുന്നവർക്കും ഇതറിയാം. ഇപ്പം ആറ്റിങ്ങൽ കലാപം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ എഴുതപ്പെട്ട ഒരു കലാപമാണത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന സ്ഥലമെന്ന് പറയുമ്പോഴത്തേക്ക് വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ നിരവധി ഇപ്പം നിലവിൽ വരുന്നുണ്ട്. ഇതിനൊന്നുമല്ല, ഇതിനെക്കുറിച്ച് പഠിക്കുന്നവരും വരുന്നവർക്കെല്ലാം, കേരളത്തിൽ വരുന്നവർക്കെല്ലാം ഇപ്പം ഇവിടെ വന്ന് ഇതിനെക്കുറിച്ച് കാണാനും നമ്മൾ ഇതിൻ്റെ ചരിത്രം അറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ എത്രത്തോളം പ്രാധാന്യപ്പെട്ട ഒരു സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം നമ്മളെ തന്നെ ഒരു ഡയമണ്ട് ഇരിക്കുകയാണ്. ഡയമണ്ട് ഇപ്പം നമുക്ക് അറിഞ്ഞൂടാ, അതിന് ഇത്രയും വില ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. അപ്പം മാർക്കറ്റിൽ ഇത്ര വാല്യൂ ഉണ്ടെന്ന് അറിഞ്ഞുകൂടെങ്കിൽ നമ്മളെ അതൊരു കല്ല് മാത്രമാണ്. അതേ കണക്ക് ഒരു കല്ലാണ് എനിക്ക് തോന്നുന്നു ഈ അഞ്ചുതെങ്ങ് കോട്ടയെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ചരിത്രം അറിയാവുന്നവരും കൂടുതൽ ഡീറ്റെയിൽ അറിയാവുന്നവരും താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇതിൻ്റെ ഒരു വ്യക്തമായ വീഡിയോ, ഇതിനെക്കുറിച്ച് ഒരു വ്യക്തത വരുത്തുന്ന കാര്യം, ഇതിൻ്റെ ചരിത്രവും ശേഷിപ്പുകളും എല്ലാം പറയുന്നൊരു വീഡിയോ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടുന്ന വീഡിയോ ഡേറ്റ എല്ലാം എൻ്റെ കയ്യിൽ ഉണ്ട്. പക്ഷേ അതിന് എത്രത്തോളം സത്യമാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഇവരുടെ ഫ്രണ്ടിൽ 2-3 ബോർഡ് വെച്ചിട്ടുണ്ട്, അത് തുടരത്തിൽ പിടിക്കരുത്,
ശിക്ഷയാണ്, അതാണ് ഇതാണെന്നൊക്കെ. ഈ ചരിത്ര സ്മാരകം എന്ന് പറഞ്ഞാൽ എന്താണ് ചരിത്രം എന്ന് പറഞ്ഞാൽ മാത്രമേ ആൾക്കാർക്ക് ഇത് ചരിത്ര സ്മാരകമാണ് ആ ഒരു ബോധ്യം വരത്തുള്ളൂ. ഇപ്പം നിലവിൽ അവിടെ കയറുന്ന ഇപ്പം ഒരുപാട് പയ്യന്മാരൊക്കെ വരുന്നുണ്ട്, കപ്പിൾസായിട്ടൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ജസ്റ്റ് വന്ന് ഇരിക്കാനൊരു സ്ഥലം എന്ന് മാത്രമാണ് അവർക്ക്. എന്താണ് ഇതിൻ്റെ ചരിത്രം എന്ന് അറിയുമ്പോൾ മാത്രമേ ഇതിൻ്റെ പ്രാധാന്യം കൂടുതൽ അറിയാൻ പറ്റത്തുള്ളൂ. അറിയുമ്പോൾ പ്രാധാന്യം ആൾക്കാർ കൽപ്പിക്കത്തുള്ളൂ. എന്തായാലും അതിനുള്ള അന്വേഷണത്തിലാണ് ഞാൻ. അപ്പോൾ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കാഴ്ചകൾ തുടരുകയാണ്.